അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഫാമിലിയായിട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് ലൈവിൽ വന്നു കേട്ടോ. ഒത്തിരി പേര് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് അത് ഞങ്ങൾക്ക് ഒരുപാട് പേരാണ്. അപ്പോൾ നമ്മൾ ലൈവ് ആദ്യമായിട്ടാണ് കേട്ടോ നമ്മളിന്ന് ചെയ്തത്. നമുക്ക് അത്യാവശ്യം നമ്മൾ ആഗ്രഹിക്കുന്ന കുറച്ച് പേര് വന്ന് നമുക്ക് ലൈക്കൊക്കെ തന്നു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനി എല്ലാ ദിവസവും 9 മണിക്ക് നമ്മൾ വരും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളെ കാണാനും നമ്മളോട് സംസാരിക്കാനും നമ്മൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് വരിക, ലൈക്ക് ഒക്കെ ചെയ്ത് നമ്മളെ സഹായിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സൗണ്ടൊക്കെ കൊടുത്തതാണ് നമ്മുടെ വാവമോളാട്ടോ. അവൾക്ക് നിർബന്ധം ഇന്ന് ഞാൻ എഡിറ്റ് ചെയ്യാം, ഞാൻ സൗണ്ട് കൊടുക്കാമെന്നൊക്കെ. അപ്പോൾ എന്തായാലും എല്ലാവരും നന്നാവാൻ തീരുമാനിച്ചു എന്ന് തോന്നുന്നു. എന്തെങ്കിലും ഞാൻ അവൾക്ക് വിട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കൂ, നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ വീഡിയോസിലോട്ട് പോവാം. കൂട്ടുകാരെ, ഇന്ന് നമ്മൾക്ക് ഒരു ഈവനിങ് കുഞ്ഞു വീഡിയോ ആണ്. എന്നാലും നിങ്ങൾ ഞങ്ങളുടെ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് അമ്മയല്ല ഇൻട്രോയും സൗണ്ടൊന്നും കൊടുക്കുന്നത് ഞാനാണ് കൊടുക്കുന്നത്, അമ്മയല്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്കും കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ കുഞ്ഞൊരു ഈവനിങ് വ്ലോഗിലോട്ട് സ്വാഗതം. അതിന് മുമ്പ് നമ്മളുടെ ഒരു വീഡിയോ കണ്ടിട്ടും പാട്ടോ, എന്ന് വെച്ചാൽ കിളികളുടെയും നമ്മളുടെ ചെടികളുടെയും ഒക്കെ ഒരു കുഞ്ഞു വീഡിയോ കണ്ടിട്ടും പാട്ടും. നിങ്ങൾ ആ വിശേഷമൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ കിളികളുടെയും നമ്മളുടെ ചെടികളുടെയൊക്കെ ഇത് കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഒക്കെ കിട്ടും. എന്താ പറയുക, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ഒരു സുഖമായിരിക്കും. പിന്നെ അവരുടെ ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്തോ ഒരു ഇതാണ് നമ്മൾക്ക്. പിന്നെ മുച്ചടിക്കുക എന്നുള്ളത് എൻ്റെ മെയിൻ ഡ്യൂട്ടി ആയതുകൊണ്ട് ഞാൻ നേരെ പോയി മുച്ചടിച്ച് വേഗം മുച്ചടിക്കണം. 6 മണി ആവാറുമായി ഞങ്ങളുടെ അടുത്തുള്ള അമ്പലത്തിൽ ചന്ദനചാർത്താണ്, ചുള്ളൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രമാണ്. അപ്പം ഞാനും അമ്മയും ഇതിൻ്റെ ഇടയിൽ നല്ല സംസാരമാണ്. കൂട്ടത്തിൽ പാർച്ചേച്ചി ഉണ്ട് കേട്ടോ. പാർച്ചേച്ചി ഞങ്ങൾ സംസാരിച്ചോണ്ടേ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കണ്ടെന്നൊക്കെ വിചാരിച്ച് പകുതി വെച്ച് നിർത്തിയിരുന്നു. എന്നിട്ട് പിന്നെ കാണിച്ചതായിരുന്നു. പിന്നെ നമ്മളുടെ ഇത് അടിച്ചിട്ടും കഴിയാത്തത് കൊണ്ട് എനിക്ക് ലാസ്റ്റ് എനിക്ക് വരെ ഭ്രാന്ത് കയറിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ വീഡിയോ കട്ട് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ വന്നു, അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അച്ഛൻ പപ്സ് കൊണ്ടുവന്നിരുന്നട്ടോ. അപ്പോൾ പപ്സൊക്കെ കഴിച്ചിരുന്നപ്പോൾ തന്നെ എൻ്റെ ചേട്ടന്മാർ വിളിച്ച് എടി ആ കുഞ്ഞിനെ അയക്കാൻ മടിയെന്ന് പറഞ്ഞ്. അപ്പോഴേക്ക് ഞാൻ ഒറ്റ ചാട്ടമായിരുന്നു. എന്ത് പശുക്കുഞ്ഞിനെ അയക്കായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അവളിനെ ഇങ്ങനെ കൊണ്ടുവരാനൊക്കെ. നല്ല രസമായിരിക്കും, അവളോടും ഞാൻ പുറകോടും അങ്ങനത്തെയൊക്കെ ഒരു ഇതായിരിക്കും. പിന്നെ എൻ്റെ ചേട്ടൻ അതിൻ്റെ ഇടയിലിരുന്ന് ഞാൻ എന്തോ വീഴണ സൗണ്ട് കേട്ടപ്പോൾ എൻ്റെ ചേട്ടൻ അവിടെ ഇരുന്ന് കല്ലെറിയണ്ട കേട്ടോ. എൻ്റെ മേത്ത് കൊള്ളില്ല, എന്നാലും അവനെ എറിയണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ ബാക്കിലോട്ട് അവനെ കാണിച്ചു തന്നെ കേട്ടോ നിങ്ങൾക്ക്. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ അവിടെ വന്ന് നിൽക്കണ്ട കേട്ടോ. ആ പാടത്തല്ല, അതുകൊണ്ട് എനിക്ക് ഈസിയായി പാടത്ത് പോകണ്ടല്ലോ. പിന്നെ ഞാൻ ചമ്മിയിട്ടുള്ളൊരു എൻ്റെ ഒരു ഇതാണ് കേട്ടോ എൻ്റെ മുഖത്ത് കാണുന്നത് നിങ്ങൾ. പിന്നെ അവളിനെ എനിക്ക് പരമാവധി ഞാൻ അവളിനെ ഇറിറ്റേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ അവൾ ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ അവളുടെ കയറുമ പിടിച്ച് ഇങ്ങനെ ചവിട്ടും. എന്താണെന്ന് വെച്ചാൽ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ ഒരു മനസ്സുഖം കിട്ടും. അത് വേറൊരു ലെവലാണ് കേട്ടോ. പിന്നെ അവളിനെ ഇറിറ്റേറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിൽ പോകണമല്ലോ. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് നിന്നപ്പോൾ നമ്മളുടെ കണ്ണേട്ടനും ഭദ്രേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. അവർ ഒരു
എന്താ പറയുക, നമ്മളുടെ ഇപ്പം കർഷകരും നമ്മളുടെ പശുവും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നോക്കി ഭദ്രനെയും കൊണ്ട് എന്നെ ഇടിപ്പിക്കാനുള്ള ഇതാണ് ഞാൻ മാറിക്കൊടുത്തിട്ടോ. എന്നിട്ട് എന്നെ കയറും കൊണ്ടൊക്കെ ഇരിക്കാനുണ്ട്. ഞാൻ കൂട്ടാക്കിയില്ല. പിന്നെ നടക്കണ കണ്ട ഭയങ്കര ഹീറോ ആണെന്നൊക്കെ വിചാരിക്കും. ഒരു ഹീറോ അല്ല, ഒരു ഇതുമല്ല. കണ്ടാൽ വലിയ ആളായിട്ട് തോന്നുമെങ്കിലും വലിയ ആളല്ല കേട്ടോ. പിന്നെ നമ്മളുടെ ഭദ്രപ്പെണ്ണാണെങ്കിൽ ഈ കാട്ടിൽ കൂടി മാത്രം നടക്കുള്ളൂ. ഞാൻ ഇടയ്ക്ക് വിചാരിക്കാറുണ്ട് ഇവള് കാട്ടിൽ നിന്ന് വല്ല വന്ന മൃഗങ്ങളാണ്. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ചെടി കണ്ട അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ നടക്കും. അതിൻ്റെ ഉള്ളിൽ കൂടിയേ നടക്കുള്ളൂ അവളെന്നൊന്നും. ഇതെന്താ പശുക്കൾ ഇങ്ങനെ നടക്കണേന്നൊന്നും എനിക്കറിയത്തില്ല. അറിയണവർ കമൻറ്റ് ചെയ്ത്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ വെള്ളം നിറഞ്ഞ് വീണട്ടോ. ഇവള് നിറഞ്ഞ് വീണെന്ന് വെച്ചാൽ പൈപ്പ് ഓൺ ചെയ്തിട്ടേക്കണം. അപ്പം തന്നെ ഞാൻ പോയി ഓഫ് ചെയ്തു. എന്ത് ചെയ്യാനാ, ഞാൻ വേണമല്ല എന്തിനും. പിന്നെ ഞാൻ ഇങ്ങനെ അമ്പലത്തിൽ പോകണം. ഞാൻ അമ്മയുടെ പറയണ ഹലോ ഗൈസ്, ഇപ്പം ഞാൻ കുളിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് വിളക്കത്തിച്ചിട്ട് അമ്പലത്തിൽ പോകാൻ നോക്കട്ടെ. ഒച്ചക്ക് എനിക്കറിയത്തില്ല, പോകാൻ ശ്രമിക്കണം. നമുക്ക് കത്തിക്കാം, എന്നിട്ട് നമ്മൾക്ക് പോകണോ വേണ്ടി നമുക്ക് തീരുമാനിക്കാം. ഇവിടെ എന്തോ പരിപാടി ഉണ്ട് കേട്ടോ അമ്പലത്തിൽ. നമുക്ക് കത്തിക്കട്ടെ. അപ്പം നമുക്ക് ഞാൻ അമ്മേനെ വിളിച്ചിട്ട് അമ്മ എല്ലാ സ്ഥലത്തും കത്തിച്ചു. അമ്മ ഒന്ന് കത്തിച്ചിട്ടോ. പിന്നെ വിളക്കൊക്കെ കത്തിച്ചു. പിന്നെ കുറച്ച് വീഡിയോ അതിൻ്റെയും എടുത്തു വെച്ചു. പിന്നെ നമ്മളുടെ കൃഷ്ണൻ നല്ല സുന്ദരനായിരുന്നു. പിന്നെ പുറത്തൊക്കെ വിളക്ക് കത്തിച്ച് അമ്മ പോയിട്ടോ. പിന്നെ അമ്മ പശുവിൻ്റെ ഇതൊക്കെ നോക്കണ്ടേ. അപ്പം അമ്മ കറക്കാൻ പോയി. പിന്നെ നമ്മളുടെ കൃഷ്ണനെ കാണാൻ എന്ത് രസമാണല്ലേ, പുഞ്ചിരോടെ നിൽക്കുന്നു. പിന്നെ നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാന്ന് വിചാരിച്ചു. വലിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും ഇല്ല, ഇതിൽ പകുതി ഇല്ല എന്ന് തോന്നുന്നു. എന്താന്ന് വെച്ചാൽ എനിക്കെടുക്കാൻ പറ്റിയില്ല, ഫോണാണെങ്കിൽ കാണാനില്ല. ഇത് വെക്കാൻ വെളിച്ചില്ല. അപ്പം ഞാൻ ലൈറ്റൊക്കെ വെച്ച് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന അടുത്തത് നമ്മളുടെ വാസലിൻ്റെ ഡെയിലി ബ്രൈറ്റനിങ് മോയ്സ്ചറൈസർ. കുറച്ചുള്ളൂ. ഓക്കെ, കറക്റ്റ് മതി. ഓടിപ്പോയില്ലോ. അറിയത്തില്ല. ഓക്കെ, നമ്മളത് വിട്ടു. ഇനി നമ്മൾക്ക് പൗഡർ ഇട്ട് കൊടുക്കും. ഞാൻ യൂസ് ചെയ്യുന്ന ഹിമാലയയുടെ ബേബി പൗഡറാണ് കേട്ടോ. അടുത്തത് ഈ ഒരു സാധനമില്ലേ, ബയോലൈൻ, അതിട്ട് കൊടുക്കാം. ഇത് യൂസ്ഫുൾ ഫോർ ഷേപ്പ്. ഇതെന്താ ഇപ്പോൾ തന്നെ കിടക്കാറോ ഇലക്തി ഇതിട്ടു. ഇനി നമുക്ക് കണ്ണി കൊടുക്കണോ? എഴുതാം. ഇതൊന്ന് ഐബ്രോസ് വരച്ചിട്ടും വരാം. ഐബ്രോസ് വരച്ചു കഴിഞ്ഞു. അറിയത്തില്ല, വെറുതെ ഒന്ന് വരച്ചതാണ്. ഇനി നമുക്ക് എന്തുവാ ചെയ്യാം, കണ്ണ് എഴുതി കൊടുക്കണ്ടേ. ഞാൻ കോസ്റ്റ്യൂമിന് ഒരു ചേഞ്ച് വരുത്തി ഇതാക്കി. എൻ്റെ ചേച്ചി മഞ്ഞ ഞാനും മഞ്ഞ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. നമ്മൾക്ക് ഇത് കണ്ട ഇത് ഓറഞ്ചാണ്. ഓറഞ്ച് ആണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഓറഞ്ചാണ്, നേരിട്ട് നോക്കുമ്പോൾ ഇത് ഓറഞ്ചും ഇവിടെ നിന്ന് ക്യാമറയിൽ നോക്കുമ്പോൾ ഇത് ഒരു എന്താ പറയുക മഞ്ഞ ഡ്രസ്സല്ലേ, എനിക്ക് അങ്ങനെ തോന്നുന്നത്. എനിക്കറിയത്തില്ല പലവരുടെയും കണ്ണിൽ വേറെ വേറെ ഇതാണോന്ന്. ഞാൻ ഇങ്ങനെ അല്ല ശരിക്കും മുടി കെട്ടിയേ. ഞാൻ ഒരു തള്ളച്ച് വൈബ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ മാറ്റി വേറൊരു മുടി കെട്ടി. ഞാൻ ഇത് ബാക്കി എല്ലാവരും ചെയ്തപ്പോൾ ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അത് എന്താണെന്ന് എനിക്കറിയത്തില്ല.
കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരുങ്ങി കഴിഞ്ഞ് ഞാനാണ് ഇവിടെ എല്ലാവരും നേരത്തെ ആവാറ്. ഇവരൊന്നും നേരത്തെ ആവാറില്ല. എന്താന്ന് വെച്ചാൽ പണി കഴിഞ്ഞിട്ടല്ലേ എടുക്കാൻ പറ്റൂ. നമുക്കിനി പോവാം. ഏത് വണ്ടിക്കാണ് പോണേ? ഇൻഡസ്ട്രിയാണ് കഴിച്ച് പോണേ. ഞാനാണ് നേരത്തെ പതിവ് തെറ്റിച്ചില്ല. നമ്മൾ നേരത്തെ ഇറങ്ങണം. എന്നൊന്നും ഞാൻ പറയത്തില്ല. ഞാൻ എപ്പോഴും വൈകിയാണ് ഇറങ്ങാറ്. ഞാനിപ്പോൾ ആരുടെ ചെരുപ്പ് ഇടും എന്നാലോചിക്കുന്നു. ഗായ്സ്, അച്ഛൻ വണ്ടി എടുക്കണേ. ഡസ്റ്ററിനാണ് നമ്മൾ പോകുന്നത്. നമ്മളുടെ ചന്ദ്രമാമ വന്നിട്ടോ. ചന്ദ്രമാമനെ കാണിച്ചു തരാം. ചന്ദ്രമാമ കണ്ടോ? ഓക്കെ, കണ്ടല്ലേ? എൻ്റെ അടുത്തൊരു സ്റ്റാർ ഉണ്ട്. എന്തുണ്ടാകുന്നൊന്നും എനിക്കറിയത്തില്ല. അവിടെ സ്റ്റാർ ഉണ്ട് കേട്ടോ. എൻ്റെ ഭാഷ മാറിയോ? സാരില്ല, സ്വാഭാവികം. കസേര പറിച്ചിട്ട് നമുക്ക് കാറിലേറി അമ്പലത്തിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കേൾക്കാം. അപ്പം ഇനി അമ്പലത്തിലെത്തിയിട്ട് കാണാം. വിശേഷം ഞാൻ അമ്പലത്തിലെത്തി കേട്ടോ. നമ്മൾ ചുള്ളൂർ അമ്പലത്തിലെത്തി. ഇനി ഇതേ അമ്മ ഉണ്ട് കേട്ടോ. അല്ലാത്തിൽ എനിക്ക് ടോ ചേർത്തില്ലെങ്കിൽ എന്തോ മാതിരിയാണ്. പണ്ടേ തൊട്ട് ടോ എനിക്കറിയാം. ഞാനൊരു യൂട്യൂബറായിരുന്നു. ഇപ്പം പണ്ട് ഞാൻ അമ്പലത്തിലാണ് കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാറ്. അല്ലെങ്കിൽ ഞാൻ വോയിസ് റെക്കോർഡ് കൊടുക്കും കേട്ടോ. എനിക്ക് എന്താണെന്ന് അറിയില്ല ഗൈസ്. ഞാൻ എപ്പോൾ വീഡിയോ എടുത്താലും ഞാൻ ടോ ചേർക്കും. എന്തൊക്കെ ഞാൻ പറയുന്നുണ്ട്. എനിക്കതുപോലെ അറിയാണ്ട്. ഗൈസ്, അമ്പലത്തിലാണ്. ഇനി അമ്പലത്തിൽ കയറി ഇറങ്ങിയിട്ട് ശേഷം ഞാൻ വീഡിയോ എടുക്കും. ഇതാണ് നമ്മളുടെ അമ്പലം. കാണിച്ചില്ലേ? ഇതേ നമ്മളുടെ അമ്പലം. ഇത് നമ്മളുടെ അമ്പലം. നമുക്ക് പോവാം. അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് പോവാം. ഇനി അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീഡിയോ എടുക്കാം കേട്ടോ. കിട്ടി, അത് കഴിച്ചു. പിന്നെ ഞങ്ങൾ കൈ കഴുകി. എൻ്റെ പോയില്ലാന്ന് തോന്നുന്നു. ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി സെറ്റായി. അമ്പലത്തിലാണ് ഇപ്പം. അമ്പലത്തിൽ പോയെന്നല്ല, അമ്പലത്തിലാണിപ്പം. അമ്പലത്തിൽ എന്തി അയ്യോ, എങ്ങനെ ഉണ്ടായിരുന്നു കൃഷ്ണൻ? ഇതെന്തുവായിരുന്നു? ചന്ദന ചാർത്തലായിരുന്നു. എന്തേ കണ്ടോ? മാറ്റേട്ടാ കണ്ടില്ല. വണ്ടി പോയതാണ് കേട്ടോ കണ്ടത്. നമുക്കിനി കാറിലോട്ടേക്ക് നടക്കാം. ഗാനമേളം ഗൈസ്. അപ്പം നമ്മൾ എല്ലാവരും ഉണ്ട് കേട്ടോ. അച്ഛൻ, അമ്മ, പാർച്ചേച്ചി, കുഞ്ചൻ, കണ്ണൻ, പിന്നെ ഞാൻ, പിന്നെ നമ്മളുടെ ഡെസ്റ്റർ കുട്ടനും ഭഗവാനും കേട്ടോ. ഇവിടെ ഇത് പറയുന്നുണ്ട്. എനിക്കൊന്നും അറിയത്തില്ല. അറിയാമായിരുന്നെങ്കിൽ ഞാൻ പറയാമായിരുന്നു. ഇപ്പം നമ്മൾ കുഞ്ചനുണ്ട് ഗൈസ്. എനിക്ക് 10 വയസ്സിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തു. വേനാണ്. നീ എടുത്തിട്ടുണ്ട്. മിണ്ടാണ്ടിരുന്നില്ലെങ്കിൽ തല അടിച്ചു പൊട്ടിക്കും ഞാൻ. പിന്നെ ഈച്ചുങ്ങളെന്തുവാണ് കളറിലല്ല കാര്യം, മനസ്സിലാണ് കാര്യം. ഇവർക്കൊന്നും അറിയത്തില്ല. നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെ ഇന്ന് ലൈവ് ഉണ്ട്, എല്ലാവരും കയറാൻ ശ്രമിക്കാം 9 മണിക്ക്. പക്ഷേ ഈ വീഡിയോ യെസ്റ്റർഡേ എല്ലാ ദിവസവും ലൈവ് ഉണ്ടാവും. പരമാവധി ഇനി നോക്കണ്ട.
വെടിക്കെട്ടും കഴിഞ്ഞ് നമുക്ക് പ്രസാദം കിട്ടിയ ഒരു ചേട്ടൻ കൊണ്ട് തന്നാണ്. ഞങ്ങൾക്ക് അറിയത്തില്ല ചേട്ടാ. നമ്മൾ ആഗ്രഹിച്ചായിരുന്നു അല്ലേ? തുളസിമാലയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ചുള്ളൂര് പോണെന്നാണല്ലോ ഞാൻ വിചാരിച്ചത്. ദേശപ്രസാദം കണ്ടോ, ഇത്തിരി വെച്ച് പകുതി കിട്ടിയുള്ളൂ. എന്നാലും നമുക്കിത് തന്നില്ല. അതോടെ എൻ്റെ വയറ് നിറഞ്ഞു. പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല, ബാക്കി എല്ലാവരും കഴിച്ചു. കഴിക്കാത്തെ ആസ്വദിച്ച് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അറിയാം. ശരി. പിന്നെ ഞങ്ങള് കണ്ണമോനും കുഞ്ഞപ്പനൊക്കെ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. വേറൊരു കാര്യം ഞാൻ പറയട്ടെ, അത് പോയെന്ന് വിചാരിച്ച് സന്തോഷിക്കുക. ഞങ്ങള് അമ്പലത്തിൽ തൊഴുതിട്ട് ഇറങ്ങി കേട്ടോ ഗൈസ്. ചെരുപ്പിടാൻ പോവാ. ചെരുപ്പിടാൻ ചെരുപ്പ് എന്ത് ചെയ്യും? വേണ്ട തുളസിമാല ഇന്ന് ഇട്ടു കേട്ടോ. ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ വെട്ടമില്ലല്ലോ. ഒന്നും വെട്ടം ഉണ്ടാവില്ല അല്ലേ? ഇന്ന് പച്ചക്കറി ആയതുകൊണ്ട് എന്തുവാ. അപ്പൊ നീ വെളുത്ത് കാത്തിരിക്കുക. ആര് പറഞ്ഞു? അങ്ങനെ നമ്മൾ അമ്പലത്തിലോ രണ്ടമ്പലത്തിലോട്ട് വന്നു. ഒന്ന് ഫ്രഷായി. എന്നിട്ട് ഇത്ര ഉള്ളൂ നമ്മളുടെ ഒരു കുഞ്ഞ് ഈവനിങ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. നമുക്ക് ഇത്ര ഉള്ള വീഡിയോ. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്ത് നമ്മളുടെ കൂടെ കൂടണം. ഇന്ന് ലൈവ് ഉണ്ടായിരുന്നു. ഇത് നാളെയാണ് വരാം. എന്നാലും ഞാൻ പറഞ്ഞെന്നുള്ളൂ. എല്ലാവരും കയറണം. ഇനി തൊട്ട് നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ലൈവ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കയറാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ.